കഥകളിക്കാരനായ താൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. താൻ കലാമണ്ഡലത്തിലെ അധ്യാപകനായിരിക്കെ കലാമണ്ഡലവുമായി വളരെയധികം ബന്ധപ്പെട്ടു പ്രവർത്തിച്ചയാളാണ് കെ രാധാകൃഷ്ണൻ. തങ്ങൾ അങ്ങേയറ്റം സുഹൃത്തുക്കളെപ്പോലെയാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ചു തനിക്ക് നല്ല പോലെ ബോധ്യമുണ്ടെന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി തൻ്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘുരാജ് മുന്നേ രംഗത്തെത്തിയതാണ്. അന്ന് വിവാദമായതാണ്. സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടതും വിവാദമായിരുന്നു. അതേസമയം കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു വിവാദത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം. പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പ്രധാന വ്യക്തികളെ കാണുന്നത്. ഗോപിയാശാനെ വിളിക്കാൻ ഒരു ഡോക്ടറെയും നിയോഗിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെയാണ് കെ രാധാകൃഷ്ണനായി വോട്ടഭ്യർത്ഥിച്ചു കലാമണ്ഡലം ഗോപി രംഗത്തെത്തുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മന്ത്രി കെ രാധാകൃഷ്ണനെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണമെന്നാണ് അഭ്യർത്ഥന. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കലാമണ്ഡലം ഗോപി ആവശ്യപ്പെട്ടു. താൻ കലാമണ്ഡലത്തിൽ കഥകളി അധ്യാപകനായിരുന്ന സമയത്തു തന്നെ സ്ഥാപനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ്. ചേലക്കരയിൽ മത്സരിച്ചു ജയിച്ച കാലം തൊട്ടു തന്നെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെയും പ്രവൃത്തിയെയും പെരുമാറ്റത്തെയും കുറിച്ച് നല്ല ബോധമുള്ളതുകൊണ്ടാണ് ജനങ്ങളോട് ധൈര്യസമേതം വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും വീഡിയോയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.